പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം ആഴത്തിൽ അനുഭവിക്കുവാൻ കൊൽക്കത്തയിലെ വിശുദ്ധ തെരേസ പറയുന്നു, ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുക. വിശുദ്ധ തോമസ് അക്വീനസ് ദിവ്യബലിയെപ്പറ്റി നിർവചിച്ചത് സ്നേഹത്തിൻ്റെ കൂദാശയെന്നാണ്. കൊച്ചു ത്രേസ്യ പുണ്യവതി പറയുന്നു, ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുമ്പോൾ ഒരേ ഒരു കാര്യം മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ ബലി ആരംഭിക്കുമ്പോൾ നമുക്കും പറയാം, എൻ്റെ ദിവ്യകാരുണ്യമേ, എൻ്റെ സ്നേഹമുള്ള ഈശോയെ, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. ഈ സ്നേഹത്തിൻ്റെ കൂദാശ അർപ്പിക്കുമ്പോൾ ഏറ്റവും യോഗ്യതയോടുകൂടി എൻ്റെ എല്ലാ കുറവുകളും പാപങ്ങളും അങ്ങേ സന്നിധിയിൽ സമർപ്പിച്ച് അവിടുത്തെ തിരുരക്തത്താൽ അവയെല്ലാം കഴുകി വിശുദ്ധീകരിച്ച് പൂർണ്ണമായ മനസ്സോടും ആത്മാവോടും കൂടി ഈ ബലിയിൽ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇതാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച പ്രാർത്ഥനയോടുകൂടി നമ്മുടെ അയോഗ്യതകൾ, നമ്മുടെ പാപങ്ങൾ ഒരു നിമിഷം കർത്താവിൻ്റെ മുമ്പിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തൻ്റെ അനുഗ്രഹവും കൃപയും നമുക്ക് യാചിക്കാം. സഹോദരരേ, ഈ ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ,
അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയാ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവ്വേകശക്തനാം ദൈവമേ, താതനമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ, ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവു തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവമേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു തനേകനം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവ മഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പരിപൂർണമായി മാപ്പ് നൽകുന്നതിലും കരുണ കാണിക്കുന്നതിലുമാണല്ലോ അങ്ങേ ശക്തി മാഹാത്മ്യം അങ്ങ് പ്രകടമാക്കുന്നത്. ഞങ്ങളുടെ മേൽ അങ്ങേ കൃപ വർദ്ധമാനമാക്കേണമേ. അങ്ങനെ അങ്ങേ വാഗ്ദാനങ്ങളിലേക്ക് ഓടിയണഞ്ഞ് സ്വർഗീയ നന്മകളിൽ പങ്കാളികളാകുവാൻ ഇടയാക്കേണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന അങ്ങ് കേട്ടരുളേണമേ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു: കർത്താവിൻ്റെ വഴി നീതിപൂർവകമല്ല എന്ന് നിങ്ങൾ പറയുന്നു. ഇസ്രായേൽ ഭവനമേ, കേൾക്കുക. എൻ്റെ വഴി നീതിപൂർവകമല്ലേ? നിങ്ങളുടെ വഴികളല്ലേ നീതിക്ക് നിരക്കാത്തത്? നീതിമാൻ തൻ്റെ നീതിമാർഗം വെടിഞ്ഞ് തിന്മ പ്രവർത്തിച്ചാൽ
ആ തിന്മകൾ നിമിത്തം അവൻ മരിക്കും. അവൻ ചെയ്ത അകൃത്യങ്ങൾ നിമിത്തം അവൻ മരിക്കും. ദുഷ്ടൻ താൻ പ്രവർത്തിച്ചിരുന്ന തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് നീതിയും ന്യായവും പാലിച്ചാൽ അവൻ തൻ്റെ ജീവൻ രക്ഷിക്കും. താൻ പ്രവർത്തിച്ചിരുന്ന തിന്മകൾ മനസ്സിലാക്കി അവയിൽ നിന്ന് പിന്മാറിയതിനാൽ അവൻ തീർച്ചയായും ജീവിക്കും. അവൻ മരിക്കുകയില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. കർത്താവെ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. കർത്താവെ, അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. അങ്ങേക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. കർത്താവെ, പണ്ടു മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. എൻ്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ. കർത്താവെ, അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിന് അനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ. കർത്താവെ, അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. കർത്താവ് നല്ലവനും നീതിമാനുമാണ്. പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു. എളിയവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു. വിനീതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. വിശുദ്ധ പൗലോസ്തപ്പോസ്തലൻ ഫിലിപ്പിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, ക്രിസ്തുവിൽ ഏതെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സ്വാന്തനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ ഏതെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരാത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠമായി കാണണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെപ്പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നന്മകൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിനു മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ.
കർത്താവ് അരുൾ ചെയ്യുന്നു, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്കവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവെ, അങ്ങേക്കു മഹത്വം. അക്കാലത്ത് യേശു പ്രധാന ആചാര്യന്മാരോടും പ്രമാണികളോടും ചോദിച്ചു, നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, മകനെ, പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. ഞാൻ പോകാം എന്ന് അവൻ പറഞ്ഞു. എങ്കിലും പോയില്ല. അവൻ രണ്ടാമൻ്റെ അടുത്ത് ചെന്ന് ഇത് തന്നെ പറഞ്ഞു. അവനാകട്ടെ, എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി. ഈ 2 പേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത്? അവർ പറഞ്ഞു, രണ്ടാമൻ. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കാത്ത വിധം അനുതപിച്ചില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, രോഗി സന്ദർശനത്തിനിടയിൽ എനിക്കുണ്ടായ ഒരു കൊച്ചു അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരമ്മൂമ്മയെ കാണാനായി പോവുകയായിരുന്നു. കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു. കുമ്പസാരം കഴിഞ്ഞ് വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന് പറഞ്ഞു. ഒത്തിരി സന്തോഷത്തോടുകൂടി, ഒരുക്കത്തോടുകൂടി ആ അമ്മൂമ്മ കുമ്പസാരിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തതിന് ശേഷം എന്നോടൊരു ചോദ്യം ചോദിച്ചു. എൻ്റെ വൈദിക ജീവിതത്തിൽ ഒരു പക്ഷേ ചിന്തിപ്പിക്കാൻ, ധ്യാനിപ്പിക്കാൻ എന്നെ പ്രചോദിപ്പിച്ചൊരു ചോദ്യമായിരുന്നു അത്. ആ അമ്മൂമ്മ ചോദിക്കുകയാണ്, അച്ചോ, എനിക്കിനി സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? എനിക്കിനി സ്വർഗത്തിൽ പോകാൻ പറ്റുമോ എന്ന് നിഷ്കളങ്കമായി എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അമ്മൂമ്മ ചോദിച്ചപ്പോൾ ബോധ്യത്തോടുകൂടി അമ്മൂമ്മയോട് പറഞ്ഞു, തീർച്ചയായും അമ്മൂമ്മ സ്വർഗത്തിൽ തന്നെ പോകും എന്ന് ഞാൻ ഉറപ്പിച്ച അമ്മൂമ്മയ്ക്ക് ബോധ്യം നൽകുകയായിരുന്നു. ഒരുപക്ഷെ എന്നും നാം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, നമ്മോട് തന്നെ നാം ചോദിക്കേണ്ടത്, ഞാൻ സ്വർഗത്തിലേക്ക് പോകുമോ എന്ന്. സ്വർഗത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സ്വർഗം ലഭിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറ, ലക്ഷ്യം എന്ന് പറയുന്നത് ലത്തീൻ ഭാഷയിൽ പറയും സാലൂസ് ആനിമാരും, ദ സാൽവേഷൻ ഓഫ് സോൾ, ആത്മാവിൻ്റെ രക്ഷ. എൻ്റെ ആത്മാവിൻ്റെ രക്ഷയാണ് സ്വർഗീയമായ അനുഭവം എനിക്ക് പ്രദാനം ചെയ്യുന്നത്. എൻ്റെ ആത്മാവിന് രക്ഷ ലഭിക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 മാർഗങ്ങൾ ഇന്ന് തിരുസഭ നമുക്ക് നൽകുകയാണ്. ഏറ്റവും ആദ്യത്തെ മാർഗം എന്ന് പറയുന്നത്
വെളിച്ചത്തിൻ്റെ മാർഗമാണ്. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് ശൂന്യവത്കരണത്തിൻ്റെ മാർഗമാണ്. മൂന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ മാർഗമാണ്. എന്താണ് വെളിച്ചത്തിൻ്റെ മാർഗം? എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള ആദ്യ വായനയിൽ ഇന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 18-ാം അധ്യായം 25 മുതലുള്ള തിരുവചനത്തിൽ, ഇസ്രായേൽ ഭവനമേ, തിന്മകൾ നിമിത്തം നീ മരിക്കും. ദുഷ്ടൻ താൻ പ്രവർത്തിച്ചിരുന്ന തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് നന്മയിൽ ജീവിച്ചാൽ നീ നിന്റെ ജീവൻ രക്ഷിക്കും എന്ന്. തിന്മയുടെ പാതയിൽ നിന്ന് നന്മയുടെ പാതയിലേക്ക് മാറുന്നതാണ് ആത്മാവിൻ്റെ രക്ഷയ്ക്കുള്ള മാർഗം. അത് വെളിച്ചത്തിൻ്റെ മാർഗമാണ്. പാപമോ അന്ധകാരത്തിൻ്റെ മാർഗം. എൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മാറി പ്രകാശമാകുന്ന യേശു ക്രിസ്തുവിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന അനുഭൂതിയെ വിളിക്കാം സ്വർഗീയ അനുഭൂതി എന്ന്. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ മാർഗം എന്ന് പറയുന്നത് നന്മ ചെയ്ത് വ്യാപരിക്കുവിൻ. മറ്റുള്ളവരെ സഹായിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്ത് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയായി മാറുമ്പോൾ എൻ്റെ ആദ്യത്തെ മാർഗം ഞാൻ അവലംബിക്കുകയാണ് വെളിച്ചത്തിൻ്റെ മാർഗം. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയിൽ നമുക്ക് പറയാൻ പറ്റും കെനോസിസ് മാർഗം എന്ന്. എന്താണ് കെനോസിസ് മാർഗം? ശൂന്യവത്കരിക്കുക. ശൂന്യവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ സ്വയം ഇല്ലാതായി തീരുന്ന ഒരവസ്ഥയാണ് ശൂന്യവൽക്കരിക്കുക എന്ന് പറയുന്നത്. ഇന്നത്തെ 2-ാം വായനയിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നുവെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്ന് മനുഷ്യനെ പോലെ കാണപ്പെട്ട് മരണം വരെ, അതെ കുരിശു മരണം വരെ അനുസരണയുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ദേവാലയത്തിൽ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ പാപിയാണ് ഞാൻ, എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള കൃപ അത് നമ്മൾ എന്നും യാചിക്കണം. കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ ഒന്നുമല്ലാതായി തീരുന്നൊരവസ്ഥ. കുമ്പസാരക്കൂട്ടിലേക്കുള്ള തീർത്ഥാടനം ആരംഭിക്കുന്നത് ഈ ഒരു കെനോസിസ് അനുഭവത്തിൽ നിന്നാണ്. ഞാൻ ഒന്നുമല്ല എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന നിമിഷം. ഏറ്റവും അവസാനത്തെ മാർഗം എന്ന് പറയുന്നത്, മൂന്നാമത്തെ മാർഗം അഗാപ്പെ മാർഗം എന്ന് വിളിക്കാം, അഥവാ സ്നേഹത്തിൻ്റെ മാർഗം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് ഇന്നത്തെ ഒരു ഉപമയിലൂടെ, 2 പുത്രന്മാരുടെ ഉപമയിലൂടെ യേശുനാഥൻ വ്യക്തമാക്കുകയാണ്, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും കർത്താവിൻ്റെ സന്നിധിയിൽ വ്യാപരിക്കുക എന്ന്. എന്ന് വെച്ചാൽ തൻ്റെ പ്രവൃത്തികളും വാക്കുകളും സമന്വയിക്കപ്പെടുന്നത് എവിടെയോ അവിടെയാണ് സ്നേഹം. ഒരു വാക്ക് പറയുകയും മറ്റൊന്ന് ചെയ്യുകയും ചെയ്യുന്നതല്ല സ്നേഹം എന്ന് പറയുന്നത്. ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു, എൻ്റെ അയൽവക്കക്കാരെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുകയും എൻ്റെ ദൈനംദിന ജീവിതത്തിൽ അവർക്ക് വേണ്ടി ഒരു പരോപകാര പ്രവൃത്തി പോലും ചെയ്യുവാൻ സാധിക്കാതെ പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവിടെ ഞാൻ സ്നേഹത്തിൻ്റെ ഒരു ഉപകരണമായി മാറുന്നില്ല. സ്നേഹിക്കുമ്പോഴാണ് ആത്മാവിൻ്റെ രക്ഷ നമുക്ക് പ്രദാനം ചെയ്യപ്പെടുക. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കട്ടെ, 3 മാർഗങ്ങൾ ഇന്ന് തിരുസഭ നമുക്ക് നൽകുകയാണ് വചനത്തിൻ്റെ വെളിച്ചത്തിലൂടെ. ഏറ്റവും പ്രധാനപ്പെട്ടത് വെളിച്ചത്തിൻ്റെ മാർഗം അവലംബിക്കുക. രണ്ടാമതായി ശൂന്യവൽക്കരണത്തിൻ്റെ മാർഗം അവലംബിക്കുക. മൂന്നാമതായി സ്നേഹത്തിൻ്റെ മാർഗം അവലംബിക്കുക. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ആ അമ്മുമ്മ ചോദിച്ച ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു: എനിക്കും സ്വർഗത്തിലേക്ക് പോകുവാൻ സാധിക്കുമോ? എൻ്റെ ആത്മാവിൻ്റെ രക്ഷ എനിക്ക് ലഭിക്കുമോ? ഒരു നിമിഷം നമുക്ക് ഒരു തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, പാപത്തിൽ നിന്നകന്ന് വെളിച്ചത്തിൽ ജീവിക്കുവാൻ ഞാൻ ഒന്നുമല്ല, എന്നിൽ ശൂന്യവൽക്കരണം ലഭിക്കട്ടെ എന്നും, ഏറ്റവും അവസാനമായി സ്നേഹത്തിൻ്റെ ഒരു വലിയ ഉപകരണമായി മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുവാൻ ദൈവമേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണേ.
ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ചു മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, നമ്മുടെ പരിത്രാണത്തിൻ്റെ രഹസ്യം ആഘോഷിക്കുവാനായി നാം എല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുകയാണല്ലോ. അതിനാൽ എല്ലാ അനുഗ്രഹങ്ങളുടെയും ജീവന്റെയും നീരുറവയിൽ നിന്ന് ലോകം മുഴുവനും പാനം ചെയ്യുന്നതിനായി സർവശക്തനായ ദൈവത്തോട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, തിരുസഭയെയും സഭയെ നയിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെയും ഞങ്ങളുടെ രൂപത അധ്യക്ഷൻ വർഗീസ് ചക്കാലക്കൽ പിതാവിനെയും മറ്റെല്ലാ വൈദികരെയും സന്യസ്തരെയും വചനാജ്ഞയാൽ നിറയ്ക്കണമേ എന്നും ഞെരുക്കമുള്ള വഴികളിൽ തളരാതെ സഭയെ നയിക്കുവാനുള്ള കൃപകൾ കൊണ്ട് ഇവരെ നിറയ്ക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ പ്രപഞ്ചത്തെയും അതിലുള്ള സമസ്ത ജീവജാലങ്ങളെയും പരിപാലിക്കുന്ന നല്ല ദൈവമേ, മാതൃരാജ്യത്തെയും രാജ്യത്തെ ഭരിക്കുന്ന എല്ലാ രാഷ്ട്ര നേതാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹവും സൗഹൃദവും നിറഞ്ഞ ഒരന്തരീക്ഷം സംജാതമാക്കണമേ എന്നും നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് വിവേകത്തോടെ രാജ്യത്തെ നയിക്കുവാൻ ദൈവിക ജ്ഞാനം നൽകി ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ പിതാവേ, അവിടുത്തെ തിരുക്കുമാരൻ്റെ നിത്യപൗരോഹിത്യത്തിൽ പങ്കുകാരാക്കപ്പെട്ട എല്ലാ വൈദികരെയും പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾക്കായി ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മോൺസെഞ്ഞൂർ ജൻസൺ അച്ഛനെയും അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ സന്ദേശം ഉള്ളിൽ ഗ്രഹിച്ചുകൊണ്ട് അതിൻ്റെ വാഹകരായി മാറാനും അതുവഴി ജനങ്ങളെ വിജ്ഞാനത്തിൻ്റെ പാതയിലൂടെ വളർത്തിയെടുക്കുവാനുമുള്ള കൃപാവനം നൽകി ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സകല നന്മകളുടെയും താതാവായ ദൈവമേ, ഈ ലോകത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തുന്ന കൊറോണ മഹാമാരിയെയും മറ്റെല്ലാ പകർച്ചവ്യാധികളെയും തുടച്ചു മാറ്റണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിത്യജീവനും പുനരുദ്ധാനവുമായ ദൈവമേ, നിത്യസമ്മാനത്തിനായി ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങേ പക്കലേക്ക് വിളിച്ച ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളുടെയും ആത്മാക്കളെ അങ്ങേ രാജ്യത്തിലേക്ക് സ്വീകരിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, അങ്ങേ കാരുണ്യം യാചിക്കുന്ന ജനത്തോടുകൂടെ അങ്ങായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പ്രചോദനത്താൽ വിശ്വസ്തതാപൂർവം അവർ യാചിക്കുന്നത് സദാ സന്നദ്ധതയാർന്ന അങ്ങേ ഔദാര്യത്താൽ സംപ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ.
ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്? ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്? ഞാനിതാ നൽകുന്നു പൂർണ്ണമായി എന്നെയും എൻ സർവമോഹങ്ങളും. ഞാനിതാ നൽകുന്നു പൂർണ്ണമായി എന്നെയും എൻ സർവമോഹങ്ങളും. എന്നെയും എൻ സർവമോഹങ്ങളും ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്? ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്? സഹോദരരുടെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ഈ അർപ്പണം അങ്ങേക്ക് സ്വീകാര്യമാകുന്നതിനും അതുവഴി സകല അനുഗ്രഹങ്ങളുടെയും ഉറവിടം ഞങ്ങൾക്കായി തുറക്കപ്പെടുന്നതിനും ഇടയാക്കേണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടുന്ന് തൻ്റെ ജനനത്താൽ പഴയ മനുഷ്യനെ നവീകരിച്ചു, സഹനത്താൽ ഞങ്ങളുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്തു, മരണത്തിൽ നിന്നുള്ള ഉയർപ്പിനാൽ നിത്യജീവനിലേക്ക് പ്രവേശനം നൽകി, പിതാവായ അങ്ങേ പക്കലേക്ക് ആരോഹണം ചെയ്തുകൊണ്ട് സ്വർഗകവാടങ്ങൾ തുറന്നു തന്നു. ആകയാൽ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോടുകൂടെ അങ്ങേക്ക് സ്തുതിഗീതം ആലപിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങ്
അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധനാകുന്നു. അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ അങ്ങ് പവിത്രമാക്കേണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്നൊറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരമത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
വിശ്വാസത്തിന്റെ രഹസ്യം. ഞങ്ങളീ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ വർഗീസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ കനിയേ
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ രഹസ്യം ഞങ്ങൾക്ക് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും നവീകരണമാകട്ടെ. അങ്ങനെ അവിടുത്തെ മരണം പ്രഖ്യാപിക്കുമ്പോഴെല്ലാം അവിടുത്തെ പീഡാസഹനത്തിൽ പങ്കുചേർന്ന് ഞങ്ങൾ അവിടുത്തെ മഹത്വത്തിൽ കൂട്ടവകാശികളുമായി തീർക്കുവാട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന അങ്ങ് കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. അമല മനോഹരിയമ്മേ, അവിടുത്തെ സ്നേഹത്തിൻ വഴി തലയൊന്നു ചായ്ക്കാൻ കൊതിക്കുന്നെന്നുള്ളം, തലയൊന്നു ചായ്ക്കാൻ കൊതിക്കുന്നെന്നുള്ളം.